കർത്തവ്യം എന്തെന്ന് വെച്ചാൽ ഈ വേദിയുടെ അവതാരകനാവുക എന്നാണ്. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഈ വർഷത്തെ 8ാമത്തെ വാഗ്വർദ്ധനയാണ്. വാഗ്വർദ്ധനയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ കുട്ടിയുടെയും സംസാരശേഷി അല്ലെങ്കിൽ പ്രാസംഗിക ശേഷി കൂട്ടുക എന്നാണ്. പിന്നെ ഇത് ഓണത്തിനു മുന്നേയുള്ള അവസാനത്തെ വാഗ്വർദ്ധനയാണ്. എല്ലാ വർഷവും ചിങ്ങമാസത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഉത്സവമാണല്ലോ ഓണം. ആ 10 ദിവസം കേരളത്തിലെ എല്ലാ വീട്ടുകളിലും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞു നിൽക്കുന്നു. തന്റെ ഭക്തനായ മഹാബലിക്ക് വിഷ്ണു ഭഗവാൻ കൊടുത്ത ഒരു അവസരമാണ്. എല്ലാ വർഷവും ചിങ്ങമാസത്തിൽ തന്റെ പ്രജകളെ കാണാൻ മഹാബലിക്ക് പാതാളത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാം. ഓണത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായി അതിന്റെ കഥ പറഞ്ഞു തരാൻ ഒരാളെ നിയോഗിച്ചിട്ടുണ്ട്. ആ ചേട്ടൻ നിങ്ങൾക്ക് ഓണത്തിന്റെ കഥ കൃത്യമായി പറഞ്ഞു തരും. ഏതൊരു മഹത്കാര്യം അല്ലെങ്കിൽ ഏതൊരു നല്ല കാര്യം നടക്കുമ്പോൾ ആ പരിപാടിക്ക് ആദ്യം വേണ്ടത് ഈശ്വരന്റെ അനുഗ്രഹമാണ്. ഈശ്വരന്റെ അനുഗ്രഹത്തിനായി വേണ്ടത് ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ആദിമാദിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വേദമനുച്ചാചാര്യോ വന്ദേ വാസിനമനുശാസ്തി സത്യം വദ ധർമ്മം ചര സ്വാധ്യായ ആത്മാ പ്രമദഃ ആചാര്യായ പ്രിയം ധനമാഹൃത്യ പ്രജാദന്തുപ്മാവ്യവചേസി സത്യാന പ്രമദിതവ്യം ധർമാന പ്രമദിതവ്യം കുശലാന പ്രമദിതവ്യം ഭൂതേന പ്രമദിതവ്യം സ്വാധ്യായ പ്രവചനാഭ്യാന പ്രമദിതവ്യം ദേവപിതൃകാര്യാഭ്യാന പ്രമദിതവ്യം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ യാന്യനവദ്യാനി കർമാണി താനി സേവിതവ്യാനി നോ ഇതരാണി യാന്യസ്മാകകും സുചരിതാനി താനി ത്വയോപാസ്യാനി നോ ഇതരാണി ഏകേ ചാസ്മശ്രയാഗും സോ ബ്രാഹ്മണാഃ തേഷാം ത്വയാസനേന പ്രശ്വസിതവ്യം ശ്രദ്ധയാ ദേയം അശ്രദ്ധയാ ദേയം ശ്രിയാ ദേയം ക്രിയാ ദേയം ഭിയാ ദേയം സംവിദാ ദേയം ആദരിതേ കർമ്മ വിജിഗീഷാ വാ വൃത്ത വിജിഗീഷാ വാ സ്യാത് ഏതത്ര ബ്രാഹ്മണാഃ സമർഷിനഃ യുക്താഃ അലോപ്സാ ധർമ്മകാമസ്യോഃ യദാ തേ തത്ര വർത്തേരന്യ തദാ തത്ര വർത്തേതാഃ അദഭ്യാഗതേഷു യേ തത്ര ബ്രാഹ്മണാഃ സമർഷിനഃ യുക്താഃ അലോപ്സാ ധർമ്മകാമസ്യോഃ യദാ തേ തേഷു വർത്തേരന്യ തദാ തേഷു വർത്തേതാഃ ഏഷാ ദേശഃ ഏഷ ഉപദേശഃ ഏഷാ വേദോപനിഷത് ഏതദനുശാസനം ഏവമുപാസിതവ്യം ഏവമുചൈതദുപാസ്യം ശം നോ മിത്രാ ശം വരുണഃ ശം നോ ഭവത്വര്യമഃ ശം ന ഇന്ദ്രോ ബൃഹസ്പതിഃ ശം നോ വിഷ്ണുരുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മവാദിശം ഋതമവാദിശം സത്യമവാദിശം തന്മാമവീത് തദ്വക്താരമവീത് ആവിമാം ആവീദ്വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ഇത്രയും നന്നായി പ്രാർത്ഥന ചൊല്ലിത്തന്ന ആദിമാദിനെ നന്ദി. ഇനി അധികം വൈകിക്കാതെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് അജയ് കാർത്തികാണ്. അജയ് കാർത്തികിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മാന്യസംസ്കൃതം. എൻ്റെ പേര് അജയ് കാർത്തിക്. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ഒരു ഗുണപാഠമുള്ള കഥയാണ്. ഒരിക്കൽ ഒരു മുനി കാവേരി തീരത്ത് കൂടെ നടക്കുമ്പോൾ 3 ഭീകരരൂപമുള്ള സ്ത്രീകൾ നേരെ വരുന്നത് കണ്ടു. അപ്പോൾ മുനി നീങ്ങി നടന്നു. എന്നിട്ട് ചിന്തിച്ചു, ആരാണ് ഭീകരരൂപമുള്ള സ്ത്രീകൾ? അപ്പോൾ തന്നെ ഈ 3 പേർ മുനിയുടെ നേരെ വന്നു നിന്നു. അപ്പോൾ മുനി പേടിച്ചുകൊണ്ട് അമ്മയെന്ന് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ എൻ്റെ വഴി തടസ്സപ്പെടുത്തുന്നത്?
അപ്പോൾ ആ ഭീകരരൂപമുള്ള സ്ത്രീകളിൽ ഒരാൾ പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്നത് ഞങ്ങളെയാണ്. അപ്പോൾ മുനി പറഞ്ഞു, ഞാൻ ആരെയും അന്വേഷിക്കുന്നില്ലല്ലോ. അപ്പോൾ ഭീകരരൂപമുള്ള സ്ത്രീകളിൽ ഒരാൾ പറഞ്ഞു, സ്വാമി പേടിക്കേണ്ട, ഞാൻ ഗംഗാദേവിയാണ്. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ യമുനാദേവിയാണ്. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ സരസ്വതി ദേവിയാണ്. അപ്പോൾ മുനി ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഭീകരരൂപം കിട്ടിയത്? അപ്പോൾ ഗംഗാദേവി പറഞ്ഞു, ഓരോരോ ദുരിതമുള്ള ആൾക്കാർ ഞങ്ങളിൽ വന്ന് മുങ്ങുന്നത് കാരണത്താൽ അവരുടെ ദുരിതവും അഴുക്കും ഞങ്ങളിൽ വന്നു ചേരും. അതിനാൽ ഞങ്ങളുടെ രൂപം ഭീകരരൂപമുള്ളതായി തീർന്നതാണ്. അപ്പോൾ തന്നെ സരസ്വതി ദേവി പറഞ്ഞു, ഞങ്ങൾ ശിവനെ പ്രാർത്ഥിച്ചപ്പോൾ ശിവൻ പറഞ്ഞു, കാവേരിയിൽ കുളിച്ച് ഒരു മുനിദേവനെ നന്ദിയെ പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ ഭീകരരൂപം പോകുമെന്ന്. അതിനാലാണ് അങ്ങയുടെ വഴി തടസ്സപ്പെടുത്തിയത്. അപ്പോൾ നീ ചോദിച്ചു, എന്തിനാണ് നന്ദിയെ പ്രാർത്ഥിക്കുന്നത് എന്ന്. അപ്പോൾ യമുനാദേവി പറഞ്ഞു, ഒരിക്കൽ നന്ദി പാർവതിമാരെയും ശിവനെയും പൊക്കി നടക്കുമ്പോൾ നന്ദി മനസ്സിൽ ചിന്തിച്ചു, ഇത്രയും ഭഗവാനായ ശിവനെ ഞാൻ പൊക്കി നടക്കുന്നു, അപ്പോൾ എൻ്റെ ശക്തി എത്രയുണ്ടാവും? അതിനാൽ അതറിഞ്ഞ ശിവൻ മനസ്സിൽ പറഞ്ഞു, നിനക്കും വന്നു അഹങ്കാരം. അപ്പോൾ തന്നെ ശിവന്റെ ജടയിൽ നിന്ന് ഒരു മുടിയെടുത്ത് നന്ദിയുടെ പുറത്തിട്ടു. ഇട്ട വഴി നന്ദിക്ക് സമനില തെറ്റി കാലുവേദനയെടുത്ത് നന്ദി നിലത്ത് കിടന്നു. അപ്പോൾ നന്ദി ശിവന്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് പ്രഭു എന്നോട് ഇത് ചെയ്തത്? അപ്പോൾ ശിവൻ പറഞ്ഞു, എന്റെ അഹങ്കാരം മാറ്റാനായാണ്. അപ്പോൾ നന്ദി പറഞ്ഞു, എന്നെ പഴയതുപോലെ എങ്ങനെയെങ്കിലും ആക്കും. അപ്പോൾ ശിവൻ പറഞ്ഞു, നിന്നെ ആരെങ്കിലും വേറെ രൂപത്തിൽ ആരാധിച്ചാൽ നിന്റെ കാലുവേദന മാറി നിനക്ക് പഴയതുപോലെ മാറാൻ കഴിയും. അതേസമയമാണ് ഗംഗാദേവി ബാക്കി രണ്ട് നദിദേവകളും ശിവനെ പ്രാർത്ഥിച്ചത്. ശിവൻ അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു, കാവേരിയിൽ കുളിച്ച് ഒരു മുനിദേവനെയായി നന്ദിയെ വേറെ രൂപത്തിൽ ആരാധിച്ചാൽ നിങ്ങളുടെ ഭീകരരൂപം പോകുമെന്ന്. അപ്പോൾ അതേപോലെ ചെയ്യാനാണ് വഴി തടസ്സപ്പെടുത്തിയത് മുനിയുടെ. ഇതറിഞ്ഞ മുനി അവരോട് കാവേരിയിൽ കുളിച്ച് വരാൻ പറഞ്ഞു. അവർ കാവേരിയിൽ കുളിച്ച് വന്ന് നന്ദിയെ വേറെ രൂപത്തിൽ ആരാധിച്ചപ്പോൾ നന്ദിയുടെ രോഗം മാറി, നന്ദിക്കും പഴയതുപോലെ ആവാൻ കഴിഞ്ഞു. അവരുടെ രൂപവും മാറി. ഈ പറയുന്ന ഗുണപാഠം, അഹങ്കാരം ആപത്താണ്. അത് മാറ്റാനുള്ള വഴി ഭഗവാനായി തന്നെ തരും. നമ്മൾ അതേപോലെ ചെയ്താൽ നമ്മുടെ അഹങ്കാരം മാറുന്നതാണ്. ചെയ്യാത്തവരുടെ അഹങ്കാരം ഒരിക്കലും മാറുകയില്ല. നന്ദി, നമസ്കാരം. അഹങ്കാരം ആപത്താണെന്ന് പറഞ്ഞ് ഇത്രയും നല്ല കഥ പറഞ്ഞെന്ന അജയ് കാർത്തികിന് നന്ദി. ഇനി ഈ വേദിയിൽ പ്രസംഗിക്കാൻ വരുന്നത് ജതുലാണ്. ജതുലിനെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മാന്യ സദസ്സിന് വന്ദനം. എൻ്റെ പേര് യദുൽട്ടിയാണ്. ഞാൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അനക്കുകാരൻ്റെ കഴുത എന്ന കഥയാണ്. പണ്ട് ഒരു അനക്കുകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കഴുതയുണ്ടായിരുന്നു. ആ കഴുതയെ അദ്ദേഹം വളരെയധികം സ്നേഹിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അനക്കുകാരൻ തൻ്റെ കഴുതയെ കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ചുമടിന്റെ ഭാരം കാരണം ചുമടിന്റെ ഭാരം താങ്ങാൻ പറ്റാതെ കഴുത നിലത്ത് വീണു. എഴുന്നേക്കാൻ പറ്റാതെ കിടന്നു. അപ്പോൾ പശ്ചാത്തലം തോന്നിയ ആൾക്കാർ വിചാരിച്ചു, എൻ്റെ കഴുതയെ എനിക്ക് നേരവണ്ണം തീറ്റിപ്പറ്റാൻ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ കഴുതയ്ക്ക് ഇങ്ങനത്തെ ഗതി വരികയില്ലായിരുന്നു. അപ്പോൾ പോകാൻ നിൽക്കുന്നവരിടയിൽ ആൾക്കാരൻ ഒരു ശബ്ദം കേട്ടു. ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഒരു കടുവ അവിടെ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. പേടിച്ചു കിടണ്ട അലക്കുകാരൻ വീട്ടിലേക്ക് പോകാൻ നിന്നു. അപ്പോഴാണ് അലക്കുകാരൻ്റെ മനസ്സിൽ ഒരു ഭയം തോന്നിയത്.
അലക്കുകാരൻ ആ കടുവയുടെ തൊലി ഉരിഞ്ഞെടുത്ത് തന്റെ കഴുതയും കൊണ്ട് വീട്ടിലേക്ക് പോയി. എന്നിട്ട് അന്ന് ദിവസം രാത്രി ആ കഴുതയുടെ മേത്ത് അലക്കുകാരൻ ആ കടുവയുടെ തൊലി ഇട്ടുകൊടുത്തു. എന്നിട്ട് തിനവയിലേക്ക് നയിച്ചു. ഒരു 3-4 മണിക്കൂറിന് ശേഷം കൃഷിക്കാരനും അയാളുടെ അനുയായികളും അവിടെ വന്ന് നോക്കിയപ്പോൾ കാണുന്നത് ഒരു കടുവ നിൽക്കുന്നതായിരുന്നു. അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആദ്യാർത്ഥിയോടെ തന്നെ കഴുത തിന്നുകൊണ്ടേയിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അലക്കുകാരൻ വന്ന് തന്റെ കഴുതയെ തിരിച്ചു കൊണ്ടുപോയി. കഴുതയുടെ മേറ്റിൽ നിന്ന് കടുവയുടെ തോല് മാറ്റിയപ്പോൾ കാണുന്നത് കഴുത അതിബലവാനും ആരോഗ്യമുള്ള പോലെയായിരുന്നു. അതേപോലെ കുറെ രാത്രികൾ അങ്ങനെ കടന്നുപോയി. എന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഇതേപോലെ തന്നെ കഴുതയുടെ മേത്ത് കടുവയുടെ തോലിട്ട് കൊടുത്തു. എന്നിട്ട് തിനവയിലേക്ക് നയിച്ചു. അതിനു മുമ്പേ തന്നെ കൃഷിക്കാരനും അയാളുടെ അനുയായികളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യാർത്ഥിയോടെ തന്നെ കഴുത തിന്നുകൊണ്ടേയിരുന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോൾ കഴുത ഒരു ശബ്ദം കേട്ടു. അത് ഒരു പെൺകഴുതയുടെ ആയിരുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ അലക്കുകാരന്റെ കഴുതയും ഒരു കഴുതകൾ ഉണ്ടാക്കുന്ന ഒരു ശബ്ദം ഉണ്ടാക്കി. അപ്പോൾ കൃഷിക്കാരനും അയാളുടെ അനുയായികൾക്ക് മനസ്സിലായി നമ്മൾ കബളിക്കപ്പെട്ടിരിക്കുന്നു. അത് രണ്ട് കഴുതകളുടെ കപടവേഷമാണെന്ന്. ഇത് മനസ്സിലായ കൃഷിക്കാരനും അയാളുടെ അനുയായികളും കൂടി കയ്യിൽ കിട്ടിയ ഒരു വടിയെടുത്ത് ആ 2 കഴുതയും അടിച്ചു കൊന്നു. പിറ്റേ ദിവസം രാവിലെ അലക്കുകാരൻ വന്ന് നോക്കുമ്പോൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന തന്റെ കഴുതയായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ കാര്യം നടത്താൻ വേണ്ടി മറ്റുള്ളവരുടെ സ്വത്ത് ആഗ്രഹിക്കാൻ പാടുകയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്രയും നന്നായി ഇവിടെ കഥ പറഞ്ഞു വന്ന യദുലിന് വന്നു. അടുത്തതായി ഈ വേദിയിലേക്ക് പ്രസംഗിക്കാൻ വരുന്നത് അശ്വന്ത് ഉണ്ണികൃഷ്ണനാണ്. അശ്വന്തിനെ സ്നേഹത്തോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മാനസദസ്സിനെ വന്ദനം. എൻ്റെ പേര് അശ്വന്ത്. ഞാൻ 6ാം ക്ലാസ് പഠിക്കുന്നു. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചു കഥയും അതിൻ്റെ ഗുണപാഠവുമാണ്. ഒരിക്കൽ സമ്പത്തിന്റെ ഈശ്വരൻ കുബേരൻ മഹാദേവനെ പ്രാർത്ഥിക്കാൻ മഹാദേവന്റെ അടുത്ത് വന്നു. അവന് കുറെ സമ്പത്തും ഉണ്ടായിട്ട് മഹാദേവന് വേണ്ടി അവര് പഴക്കൊലമാക്കാൻ കൊണ്ടുവന്നേ. ഇത് കണ്ട ഗണേശൻ കുബേരനെ നോക്കി ചിരിച്ചു കളിയാക്കി. പിന്നെ ആ പഴക്കൊല വേഗം എടുത്ത് കഴിച്ചു. ഇത് കണ്ട കുബേരൻ സ്വയം പറഞ്ഞു, ഈ കുട്ടി കഴിക്കുന്ന കണ്ടാൽ തോന്നും അതിന് കുറെ ദിവസമായിട്ട് കഴിച്ചില്ല. എന്നിട്ട് ചിന്തിച്ചു, ഈ കുട്ടി എന്നെ കളിയാക്കിയില്ലേ, ഞാൻ ഒരു പഴക്കൊല മാത്രം കൊണ്ടുവന്നേന്, ഞാൻ ഇവനെ കാണിച്ചു കൊടുക്കുക, എനിക്ക് എത്ര സമ്പത്തുണ്ട് എന്ന് പറഞ്ഞ് മഹാദേവന്റെ അടുത്ത് പോയി ചോദിച്ചു. മഹാദേവ, നാളെ എൻ്റെ രാജ്യത്ത് ഒരു വലിയ സദ്യയുണ്ട്, നിങ്ങൾ വരുമോ? മഹാദേവൻ സമ്മതിച്ചു. ഇപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാം, ആരാണ് സമ്പത്തിന്റെ ഈശ്വരൻ? ശരിയാണ്, കുബേരൻ. പിറ്റേ ദിവസം മഹാദേവനും പാർവതി ദേവിയും മുരുകനും ഗണേശനും കുബേരന്റെ രാജ്യത്തെത്തി. അപ്പോൾ ഗണേശന്റെ മേത്ത് മുഴുവൻ ചളിയായിരുന്നു. പിന്നെ അവിടുത്തെ വലിയുള്ള വിരിയെല്ലാം ഗണേശൻ ചവിട്ടി ചളിയാക്കി. ഇത് കണ്ട കുബേരൻ ഗണേശോട് പറഞ്ഞു, താനെന്താ ചെയ്യുന്നത്? ഇത് ഭയങ്കര വലിയുള്ള വിരിയാണ്. ഗണേശ അതൊന്നും
നോക്കാണ്ട് അവിടുത്തെ വിളമ്പുന്ന ആൾക്കാരോട് പറഞ്ഞു, എനിക്ക് വിശക്കുന്നു, നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം എനിക്ക് തരൂ. ആ വിളമ്പുന്ന ആൾക്കാർ അവരുണ്ടാക്കിയ ഭക്ഷണമെല്ലാം ഗണേശന് കൊടുത്തു. ഗണേശൻ അത് ഒറ്റയടിക്ക് കഴിച്ചു. പക്ഷെ ഗണേശന് അത് തൃപ്തിയായില്ല. അതുകൊണ്ട് ഗണേശൻ ഇനിയും പറഞ്ഞു, ഭക്ഷണത്തിന് ഇനിയും പറഞ്ഞു. ആ വിളമ്പുന്ന ആൾക്കാർ അവരൊറ്റയ്ക്കും ഭക്ഷണം ഉണ്ടാക്കി ഗണേശന് കൊടുത്തു. പക്ഷെ ഗണേശൻ അതും വേഗം കഴിച്ച് എന്നിട്ടും തൃപ്തിയായില്ല. അവസാനം ആ വിളമ്പുന്ന ആൾക്കാർ അവിടുത്തെ അടുക്കളയിലില്ല പച്ചക്കറിയും പഴങ്ങളെല്ലാം ഗണേശന് കൊടുത്തു. ഗണേശൻ അതും വേഗം കഴിച്ച് മതിയായില്ല. അവസാനം ആ കുബേരന്റെ രാജ്യത്തെ ഭക്ഷണം എല്ലാം കഴിച്ചു. പിന്നെ ആ വിളമ്പുന്ന ആൾക്കാർ വയ്യാതെ തളർന്നു. ഇതെല്ലാം കുബേരൻ അറിഞ്ഞു. പിന്നെ കുബേരൻ അവന്റെ തെറ്റ് മനസ്സിലാക്കി. അത് അവന് കുറെ സമ്പത്തില്ലുണ്ട്. അവൻ അഹങ്കാരം കാണിച്ചു. അവസാനം കുബേരൻ മഹാദേവന്റെ അടുത്തോയി മഹാദേവന്റെ കാലിൽ വീണു പറഞ്ഞു, മഹാദേവ, എനിക്കൊരു വലിയ തെറ്റ് പറ്റി, ഞാൻ അഹങ്കാരം കാണിച്ചു, എന്നെ ക്ഷമിക്കുമോ? മഹാദേവൻ പറഞ്ഞു, നീ ഗണേശന്റെ അടുത്തോയി പ്രാർത്ഥിക്കുക, അവൻ ക്ഷമിക്കും. മഹാദേവൻ പറഞ്ഞ പോലെ കുബേരൻ ഗണേശന്റെ അടുത്ത് പോയി. പിന്നെ പറഞ്ഞു, ഗണേശ, ഞാൻ ഒരു വലിയ തെറ്റ് ചെയ്തു. എനിക്ക് കുറെ സമ്പത്ത് ഇല്ലോണ്ട് ഞാൻ അഹങ്കാരം കാണിച്ചു എന്ന് പറഞ്ഞു. ഗണേശൻ പറഞ്ഞു, എനിക്കൊരു പഴം വരെ ഭക്തിയോട് കിട്ടിയാൽ ഞാൻ തൃപ്തിയാക്കും എന്ന് പറഞ്ഞ് ഗണേശൻ ക്ഷമിച്ചു. ഈ കഥയുടെ ഗുണപാഠം വെച്ചാൽ നമുക്ക് എത്രയും സമ്പത്തും സ്വർണം ഉണ്ടെങ്കിൽ നമ്മൾ അഹങ്കാരം കാണിച്ചുകൂടാ. അഹങ്കാരം കാണിച്ചാൽ നമ്മുടെ കയ്യിലുള്ള സമ്പത്തും സ്വർണ്ണമല്ലോ അത് നഷ്ടമാകും. എൻ്റെ വാക്ക് അവസാനിച്ച് നന്ദി, നമസ്കാരം. ഇത്രയും നന്നായി കഥ പറഞ്ഞു വന്ന അശ്വന്തിന് നന്ദി. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ ഓണത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു ചേട്ടൻ പറഞ്ഞു തരുമെന്ന്. നിവേദിനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രിയ സഹോദരരെ, ഓണം അടുക്കുകയാണ് അല്ലേ? ഓണത്തിന്റെ മഹത്വം, ചരിത്രം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിന്റെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നായ ഓണം നമ്മുടെ സംസ്കാരത്തിന്റെയും ഐക്യത്തിന്റെയും സഹോദരത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ്. വർഷത്തിലൊരിക്കൽ ചിങ്ങമാസത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവം ഓരോ വീട്ടിലെയും സന്തോഷവും സമൃദ്ധിയും നിറച്ചു എത്തുന്നു. ഓണം വെറും വിനോദത്തിന്റെയും ഭക്ഷണത്തിന്റെയും മാത്രം ഉത്സവമല്ല. അതിന് പിന്നിൽ ഒരു മഹാചക്രവർത്തിയുടെ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും വിനയത്തിന്റെയും മഹത്വത്തിന്റെയും ഒരു കഥയുണ്ട്. അതെ, ഓണത്തിന് പുറമെ വളരെ പഴയ കാലത്തിലേക്ക്, അതായത് മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അതെ, അദ്ദേഹം ഒരു അസുരവംശ രാജാവായിരുന്നെങ്കിലും അതുല്യമായ ദാനശീലം, ധൈര്യം, ശക്തി എന്നിവ കൊണ്ട് പ്രശസ്തനായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യഭരണകാലത്ത് അദ്ദേഹത്തിന്റെ രാജ്യത്ത് ഒരുവിധ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. ദാരിദ്ര്യം, അനീതി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മുഴുവനും ശാന്തിയും സമാധാനവും സമൃദ്ധിയും നിറഞ്ഞിരുന്നു. അങ്ങനെ ഈ മഹാബലിയുടെ പ്രശസ്തി കേട്ട ദേവന്മാർക്ക് ആശങ്ക തോന്നുകയാണ്. എന്താന്ന് വെച്ചാൽ അവരുടെയൊക്കെ സ്ഥാനം, പ്രത്യേകിച്ച് ദേവരാജൻ ഇന്ദ്രന്റെ സ്ഥാനം പോലും പോകുമെന്ന് ഭീഷ്മിയിലായി. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി ചേർന്ന് വിഷ്ണു ഭഗവാന്റെ അടുത്ത് അഭയം തേടി. വിഷ്ണു ഭഗവാൻ ബലിയുടെ ബലിയുടെ രാജ്യസേവയിലുള്ള മഹത്വം മനസ്സിലാക്കിയിരുന്നെങ്കിലും പക്ഷേ ദേവന്മാരുടെ അപേക്ഷ അവഗണിക്കാൻ സാധിക്കാതെ വിഷ്ണു ഭഗവാൻ ഒരു വിനയപൂർണമായ രൂപം സ്വീകരിച്ചു. അതാണ് വിഷ്ണു ഭഗവാന്റെ 5ാമത്തെ അവതാരം. ആർക്കെങ്കിലും അറിയാമോ വിഷ്ണു ഭഗവാന്റെ 5ാമത്തെ അവതാരമാരാണ്? അതെ, വാമനൻ. വാമനൻ ഒരു ചെറുപ്പ ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ മഹാബലിയുടെ യാഗശാലയിലേക്ക് എത്തുകയാണ്. മഹാബലിയുടെ യാഗശാലയിൽ ഒരു പ്രത്യേകത ഉണ്ട്. ആരെയും അഭ്യർത്ഥിച്ച് എന്തെങ്കിലും ചോദിച്ചു വരികയാണെങ്കിൽ ആരെയും ശൂന്യാസ്തനായിട്ട് തിരികെ വിടില്ല. അതായത് വല്ലവരും ചോദിച്ചു വരാച്ചെങ്കിൽ ആരെയും വെറും കൈയോടെ തിരികെ വിടാറില്ല. അങ്ങനെ വാമനനെ കണ്ട ബലി ചോദിക്കും, ബാലക, നിനക്ക് എന്താ വേണ്ടതെന്ന്. അങ്ങനെ
അപ്പോൾ സ്വന്തം വാക്ക് തെറ്റിക്കാതിരിക്കാനായി ബലി സമ്മതിക്കും. എന്നിട്ട് ബലി ഈ വാമനന്റെ സൗമ്യത വിനയം ഒക്കെ കണ്ടിട്ട് ഒരു ആകർഷണം തോന്നും. എന്നിട്ട് തിരികെ ചോദിക്കും, മകനെ വെറും 3 അടി മണ്ണുകൊണ്ട് എന്താവാനാ? ഇതാണ് വാമനന്റെ പ്രത്യേകത. സർവലോകനാഥനായിട്ടും ചോദിക്കുന്നത് അളവറ്റി ലോകങ്ങളല്ല, പക്ഷേ വെറും 3 അടി മണ്ണ് മാത്രം. അപ്പോൾ ബലി അദ്ദേഹത്തിന്റെ വാക്ക് തെറ്റിക്കാതിരിക്കാനായി അതിന് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് അത്ഭുതകരമായി വാമന്റെ രൂപം ഭൂമിയേക്കാൾ വലുതാവുകയും ആദ്യത്തെ കാൽച്ചുവട് ഭൂമി മൊത്തവും, രണ്ടാമത്തെ കാൽച്ചുവട് ആകാശവും, മൂന്നാമത്തെ കാൽച്ചുവട് വയ്ക്കാൻ സ്ഥലമുണ്ടായിരുന്നില്ല. അപ്പോൾ വാമനൻ ബലിയെ നോക്കും. ബലി പറയും, എന്റെ വാക്ക് തെറ്റാതിരിക്കുന്ന വാമന, എന്റെ തലയിലോട്ട് കാലുകൾ എടുത്തു വെച്ചോളൂ. ഇതാണ് ബലിയുടെ മഹത്വം. രാജാവായിരുന്നിട്ടും ഇത്ര ശക്തിയുണ്ടായിരുന്നിട്ടും സ്വന്തം ജീവൻ പോകുന്നറിഞ്ഞിട്ടും പറഞ്ഞ വാക്കിനെ കാത്തു സൂക്ഷിക്കാൻ, ധർമ്മത്തെ കാത്തു സൂക്ഷിക്കാനായിട്ട് അദ്ദേഹം പറയുകയാണ്. അങ്ങനെ വാമനൻ ബലിയെ പാതാളത്തിലേക്ക് അയക്കുകയാണ്. പാതാളത്തിൽ വെച്ചിട്ട് ബലിക്ക് വാമനൻ ഒരു അവസരം കൂടി നൽകുകയാണ്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇത്ര ദാനശീലം, ധർമ്മബോധം, സത്യസന്ധത ഒക്കെ കാരണം വർഷത്തിലൊരിക്കൽ അദ്ദേഹത്തിന്റെ പ്രജകളെ കാണാൻ സാധിക്കുമെന്ന് ഒരു അവസരം നൽകുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ആഘോഷിച്ചു വരുന്ന ഓണം. ബലിയുടെ വാമനന്റെയും കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാമനന്റെ പോലെ വിനയവും ബലിയുടെ പോലെ സത്യസന്ധത, ധർമ്മബോധം എല്ലാതുമാണ്. പിന്നെ ഓണത്തിൽ നമ്മൾ വെറും പൂക്കളവും സദ്യയും മാത്രം ഉണ്ടാപോരാ, ഈ കഥയിൽ അടങ്ങിയിരിക്കുന്ന മൂല്യങ്ങളും മനസ്സിലാക്കണം. പിന്നെ ഇപ്പോഴത്തെ പൊതുജനങ്ങൾ വിചാരിക്കുന്നു ബലിയെ വാമനൻ ചവിട്ടി താഴ്ത്തിയതെന്ന്. പക്ഷെ അങ്ങനെയല്ല ഒരിക്കലും. വാമനൻ ബലി അദ്ദേഹം വാമനൻ അത്ഭുതകരമായ രൂപം വലുതാക്കിയല്ലോ. ആ രൂപം വലുതാക്കിയത് കൊണ്ട് മനസ്സിലാവാണ് ബലിക്ക് വാമനൻ സ്വയം വിഷ്ണു ഭഗവാനാണ് എന്ന്. പിന്നെ സ്വന്തം വാക്കിനെ കാത്തു സൂക്ഷിക്കാൻ, തെറ്റിക്കാതിരിക്കാനായിട്ടാണ് വാമനൻ ചവിട്ടിക്കോളം വന്നത്. അല്ലാണ്ട് വാമനന്റെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്ന ബലിയെ ചവിട്ടി താഴ്ത്തിയതല്ല ഒരിക്കലും. പിന്നെ ബ്രഹ്മപുരുഷന്മാരുടെ അനുഗ്രഹ രീതികൾ ഇപ്പോഴത്തെ സാമാന്യ ബോധ ജനങ്ങൾക്ക് മനസ്സിലാക്കുകയില്ല. ഇതുപോലെ ശ്രീരാമകൃഷ്ണ ഭഗവാൻ സ്വന്തം ശിഷ്യന്മാരെ പല പല രീതികളിലും അനുഗ്രഹിച്ചിട്ടുണ്ട്. പലപ്പോഴും നാക്കുമേ മന്ത്രങ്ങൾ എഴുതി കൊടുത്തിട്ടും, തോളത്ത് ചാടി നിന്നിട്ടും, തലയിൽ തൊട്ടിട്ടും, നെഞ്ചത്ത് തൊട്ടിട്ടും, ഇങ്ങനെയൊക്കെ കുറെ അനുഗ്രഹ രീതികളുണ്ട്. അങ്ങനെയുള്ള ഒരു അനുഗ്രഹ രീതിയാണ് ബലി വാമനൻ വിഷ്ണു ഭഗവാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിച്ചത്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഓണത്തിനെ കുറിച്ച് ഇത്രയും നന്നായി പറഞ്ഞു തന്ന നിവേദിനെ നന്ദി. അങ്ങനെ ഇവിടെ ഈ ഭാഗവതിനി അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്ന, ചെവി കോർത്തിരിക്കുന്ന ഫലപ്രഖ്യാപനം നടത്താൻ ഇവിടെ വന്നിട്ടുള്ളത് രാംദാസ് മാസ്റ്ററാണ്. രാംദാസ് മാസ്റ്ററിനോട് ഫലപ്രഖ്യാപനം നടത്താനായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഈ ഭാഗവതിനി മത്സരത്തിൽ 1ാം സ്ഥാനവും 2ാം സ്ഥാനവും കരസ്ഥമാക്കിയ എല്ലാവർക്കും ആശംസകൾ. പിന്നെ അതിനുവേണ്ടി വേറെ 2 ആളുകൾ കൂടി ഉണ്ടായിരുന്നു, 3 ആളുകൾ കൂടി ഉണ്ടായിരുന്നു. അവർ നന്നായി പറഞ്ഞു, അവർക്കും എൻ്റെ ആശംസകൾ. ഇനി നമുക്ക് വേണ്ടി ഫലപ്രഖ്യാപനം ഇവിടെ നടത്താനായി നമുക്ക് വേണ്ടി സമയം മാറ്റിവെച്ചു വന്ന രാംദാസ് മാസ്റ്ററിനെ നന്ദി. പിന്നെ ഇവിടെ എല്ലാ പ്രസംഗങ്ങളും അച്ചടക്കത്തോടെ കേട്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. ഓം ശാന്തി ശാന്തി ശാന്തി.